പച്ചക്കറിയെല്ലാം വായിക്കുന്നത് സാധനം ഉണ്ടോ ഇവിടെ സൂപ്പർ അവിടെ ചോറ് വീട്ടിൽ പോകുന്നില്ല. ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ദാ സൺഡേയിലത്തെ കുഞ്ഞു വിശേഷമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഇതാ രാവിലെ നമ്മുടെ പ്ലാവിലെ ചക്കയൊക്കെ ഒന്ന് ഇട്ട് കേട്ടോ. അപ്പോൾ ചക്കയൊക്കെ വെട്ടി ഇതാ റെഡിയാക്കി എടുക്കുവാണേ. അപ്പോൾ ചക്ക വെട്ടുന്നത് ഹസ്ബൻഡ് കേട്ടോ. എനിക്ക് ചക്ക വെട്ടാൻ വലിയ വശമില്ലാത്തതുകൊണ്ട് ഹസ്ബൻഡ് ചക്കയൊക്കെ വെട്ടി തന്നു കേട്ടോ. അപ്പോൾ ചക്ക വെട്ടാൻ എന്നെ സഹായിച്ച ആൾ എൻ്റെ കത്തിയുടെ പിടി ഓടിച്ചു കളഞ്ഞു കേട്ടോ. നല്ലൊരു കത്തിയായിരുന്നു, നല്ല മൂർച്ചയുള്ള എൻ്റെ കത്തിയും ഓടിച്ചു 2 പീസാക്കി തന്നിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, പീസൊക്കെ ആക്കിയാൽ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി ചക്കപ്പുഴുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ വേറൊരു കത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ കത്തി കൊണ്ട് ചക്കയൊക്കെ അരിഞ്ഞ് ഞാൻ ഇങ്ങനെ റെഡിയാക്കി എടുക്കുവാണേ. അപ്പോൾ എന്നെ ചക്ക അരിയാൻ വേണ്ടിയിട്ട്, എന്നെ ചക്ക ഒരുക്കി തരാൻ വേണ്ടിയിട്ട് ശാമിക എൻ്റെ അടുത്ത് വന്നിരിപ്പുണ്ടേ. ഞങ്ങൾ രണ്ടുപേരും വർത്താനൊക്കെ പറഞ്ഞ് പകുതി കഴിച്ചും ഒക്കെ ഞങ്ങളിതാ ചക്ക ഇങ്ങനെ ഒരുക്കുക കേട്ടോ. അപ്പോൾ ചക്ക ഒരുക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രധാനം എന്ന് പറയുന്നത് പകുതി ചക്ക നമ്മൾ തിന്നും. ഞാൻ അങ്ങനെയാണ് കേട്ടോ. നിങ്ങളങ്ങനെയാണോ? ആണെങ്കിൽ വേഗം പറയണേ. അപ്പോൾ ഞങ്ങളിതാ ചക്കയൊക്കെ ഒരുക്കി അത് കഴിഞ്ഞ് തേങ്ങയൊക്കെ ചിരണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും, ജീരകവും, വെളുത്തുള്ളിയും, കറിവേപ്പില എല്ലാം എടുത്ത് ചക്കയ്ക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കുവാണേ. ഉണക്കക്കാന്താരിയാണ് ചക്കയ്ക്ക് അരയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട്. കുരുമുളകും കൂടി ഒക്കെ ഇട്ട് നമ്മൾ ചക്കപ്പുഴുക്ക് വേവിക്കുവാണെങ്കിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചക്ക അരപ്പ് അടുപ്പയിലോട്ട് ചക്കയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും ഒക്കെ ഒഴിച്ച് കൊടുത്ത് ചക്കയൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുക കേട്ടോ. പെട്ടെന്ന് ചക്ക വെന്ത് കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് പെട്ടെന്ന് ചക്കയൊന്ന് വെന്ത്. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയായിരുന്നു ചക്ക വെന്തോന്നൊക്കെ ഒന്ന് തുറന്ന് നോക്കി. ആ അരപ്പൊക്കെ ആ ചക്കയിലൊന്ന് മൂടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചക്കയൊക്കെ ഇങ്ങനെ റെഡിയായി കഴിഞ്ഞ് കുറച്ച് അയലമീൻ ഉണ്ടായിരുന്നു കേട്ടോ. മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ അയല കുറച്ച് വറക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അയലമീൻ അടുപ്പയിൽ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ തേങ്ങായും മാങ്ങായും ഒക്കെ തേങ്ങായും മാങ്ങായും ഒക്കെ ഇട്ട് വെച്ച് തയ്യാറാക്കിയ നമ്മുടെ അയലമീൻ കറി കൂട്ടിയാട്ടോ നമ്മളിന്ന് ചക്കപ്പുഴുക്ക് കഴിച്ചതും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം. നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്